ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് താജുൽ മസ്ജിദ് പറഞ്ഞ ഇന്ത്യത്തിലെ ഏറ്റവും വലിയ പള്ളിൻ്റെ മുന്നിലാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി പോകുന്നത് ഞാൻ ഇപ്പോൾ മധ്യപ്രദേശിലെ ഭോപ്പാലിലുള്ളത്. അപ്പോൾ വരുന്ന വഴിക്ക് നമ്മളെ ഭോപ്പാലിലെ കുറച്ച് കാഴ്ചകളും കാര്യങ്ങളും ഞാൻ പകർത്തിയിട്ടുണ്ട്. അതും കൂടി കാണുക. അവിടെ എത്തുന്നവരുള്ള നല്ല വീഡിയോസ് കണ്ടിട്ട് നമുക്ക് പള്ളിൻ്റെ കാഴ്ചയിലോട്ട് പോകാം. അപ്പോൾ എന്നും പറയുന്നത് എല്ലാവരോടൊപ്പം നിങ്ങൾ യാത്ര ചെയ്യുക, നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. ലാസ്റ്റ് ഏഞ്ചേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമയം രാവിലെ 10:30 മണിയായിട്ടുണ്ട്. നമ്മുടെ ഭോപ്പാൽ നഗരം ഉണർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോഴും പല കടകളും തുറന്നിട്ടില്ല, ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വലിയ തിരക്കൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. കണ്ടില്ലേ, ബസ് സർവീസൊക്കെ ആരംഭിച്ചു. ഒരു ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചായൻ്റെ കപ്പിൻ്റെ വലിപ്പം കണ്ടില്ലേ, നല്ല രസമാണ് ഇവിടുത്തെ ചായ കുടിക്കാൻ. ഈ ഭാഗത്ത് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് നടക്കാനുണ്ട്. ചായ കുടിച്ചിട്ട് മെല്ലെ നടക്കാൻ വിചാരിച്ചു. അതുപോലെ തന്നെ രാവിലെ തന്നെ നല്ല ഭക്ഷണശാലകളൊക്കെ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അത് കണ്ടില്ലേ, നല്ല പൂരിയും ബാജിയും കിട്ടും. ഇവിടുത്തെ പൂരി ബാജി നല്ല രസമായിട്ട് കഴിക്കാൻ. കണ്ടില്ലേ, എല്ലാ കടകളും തുറന്ന് നല്ല സജീവമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളൊരു മസ്ജിദിൻ്റെ അടുത്തോടെ പോകുന്നത്. അവിടുന്ന് 2 കിലോമീറ്റർ നടക്കാനുണ്ട്. അവിടെ എത്തിയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. നല്ല വണ്ടികളാണ് സഹിക്കാൻ കഴിയാത്തത്. നമ്മളെ പുറകെ വന്നിട്ട് ഇങ്ങനെ ഹോൺ അടിച്ച് വെറുപ്പിക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്. കുറച്ച് നടന്നിങ്ങനെ എത്തിയപ്പോൾ ഇവിടെ ചെറിയൊരു കവാടം കണ്ടു കേട്ടോ. അത്യാവശ്യം പഴക്കം ചെന്നൊരു കവാടം പോലെ ഉണ്ട്. എന്താണെന്ന് ഐഡിയ ഇല്ല. ഫുള്ള് പൊല്യൂഷൻ കേട്ടോ. കടകളൊക്കെ ഓപ്പണായി വരുന്നുണ്ട്. കണ്ടില്ലേ, ഭയങ്കര പൊല്യൂഷനാണ്. ഭയങ്കര പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഈ ഭാഗത്ത്. പിന്നെ ഈ ഭാഗത്ത് ഈ സുഗന്ധ വ്യഞ്ജനങ്ങളില്ലേ, അതും അതുപോലെ തന്നെ ഈ കാഷ്നട്ട്, ഈ നട്ട്സ് ഇല്ലേ, അങ്ങനത്തെ ഐറ്റംസ് ആട്ടോ കൂടുതൽ ഈ ഭാഗത്ത് കാണാൻ കഴിയുക. പിന്നെ അതാ കണ്ടോ നിങ്ങൾ, കുടിവെള്ളം എല്ലായിടത്തും ആളുകൾ കുടിക്കാനായിട്ട് കുറേ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ചുറ്റിനും ചാക്കൊക്കെ വെച്ച് പൊതിഞ്ഞിട്ട് നല്ല തണുപ്പായിരിക്കും. നല്ല വെള്ളമാണ്. നല്ല ചൂടാട്ടോ ഈ ഭാഗത്ത്. അതായത് നമ്മുടെ ഭോപ്പാൽ ഇറങ്ങി നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല ചൂടാണ്. ഉച്ചക്കൊന്നും നേരെ നടക്കാൻ കഴിയില്ല. പിന്നെ ഇങ്ങനെയുള്ള സിറ്റിൻ്റെ നടക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ. അതായത് നമുക്ക് അറിയാത്ത പല കാര്യങ്ങളും, അറിയാത്ത പുതിയ പുതിയ അനുഭവങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിയും. അതാണ് ഇവിടുത്തെ മെയിൻ പ്രത്യേകത പറയുന്നത്. നമുക്ക് പഴയ ബിൽഡിങ് കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. ഫ്രണ്ട്സ്, ഇതുണ്ടല്ലേ കുടിവെള്ളം ഒരു അമ്പലത്തിൻ്റെ മുന്നിലാട്ടോ വെച്ചിട്ടുള്ളത്. ഇവിടെ എല്ലായിടത്തും, അതായത് പള്ളി, അമ്പലം തുടങ്ങിയ എല്ലാ ഭാഗത്തും ഇതുപോലെ കുടിവെള്ളം വെച്ചിട്ടുണ്ടാവും ആളുകൾ കുടിക്കാനായിട്ട്. അത്രത്തോളം ചൂടാണ് കേട്ടോ. നമ്മളിപ്പോൾ ഒരു ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നേരെ പോകാനുണ്ട് കേട്ടോ. അത് നോക്കാം, കണ്ടോ, കുറേ ആളുകൾ ഇരിക്കുന്നുണ്ട് അതിൻ്റെ തൊഴിലായിട്ട്. ഇവിടെ നല്ലൊരു ബിൽഡിങ് കാണാൻ കഴിയും. ഞാൻ ബിൽഡിങ്ങിന് എടുത്തു പറയാൻ കാരണം എന്താ പറയുക, നമ്മൾ ഇവിടെ വന്നാലേ അറിയാൻ കഴിയുള്ളൂ ഇവിടുത്തെ ബിൽഡിങ്ങിൻ്റെ അവസ്ഥ എന്താണ്, എത്രത്തോളം പഴയതാണ്. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ അത്രയും പഴക്കം ചെന്ന ബിൽഡിങ്സും കാര്യങ്ങളൊക്കെയാണ്. ഒരു പണിയായുധശാലയാണ്. ഇതിൻ്റെ വാതിലൊക്കെ കണ്ടില്ലേ. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു പ്രത്യേക രസമാണ്. നമുക്കിതൊക്കെ ആദ്യ അനുഭവങ്ങളാണ്. ആദ്യമായിട്ട് കാണുമ്പോഴുള്ളൊരു ആവേശമില്ല, അതാണ് കേട്ടോ, വേറൊന്നുമല്ല. അപ്പോൾ സുഹൃത്തുക്കൾ, നമ്മൾ പറഞ്ഞ മസ്ജിദിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ എൻട്രൻസ് പറയുന്നത് ആ കാണുന്നതാണ് കേട്ടോ. ഈ മസ്ജിദിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ വഴിയെ പറഞ്ഞു തരാം. വളരെ വിശേഷങ്ങളടങ്ങിയ വലിയൊരു മസ്ജിദാണ് കേട്ടോ. നമ്മളെ ഭോപ്പാൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 2 കിലോമീറ്റർ നമ്മൾ വലിഞ്ഞു നടന്നു കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നൊരു മസ്ജിദാണ്. നമ്മളിപ്പോൾ അതിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. കാണാം കേട്ടോ വഴി കാഴ്ചകളൊക്കെ. അതായത് ഫ്രണ്ട്സ്, ഈ കാണുന്ന മസ്ജിദിൻ്റെ എൻട്രൻസ് ഭാഗം എന്ന് പറയുന്നത് ഇവിടെ ഒരു 100-ലധികം സ്റ്റെപ്പുകൾ കാണാൻ കഴിയും. എൻട്രൻസ് പറയുന്നത് ആദ്യമായിട്ട് നേരെ ഇപ്പോൾ റൈറ്റ് എടുക്കണം, അവിടെയാണ് എൻ്റെ മെയിൻ എൻട്രൻസ്. അപ്പോൾ സുഹൃത്തുക്കൾ, നമ്മൾ താജുൽ മസ്ജിദിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. എത്ര വലിയ പള്ളിയാണെന്നറിയത്. ഞാനിതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഞാൻ വഴിയെ പറഞ്ഞുതരാം. അതിൻ്റെ മിനാരം തന്നെ കണ്ടില്ലേ, ലാക്കിൻ്റെ വലിപ്പാട്ടോ. നല്ല വലിയൊരു ഗാർഡനും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കയറി വരുമ്പോൾ തന്നെ കാണാൻ കഴിയുക. അടിപൊളിയാണ് കേട്ടോ. ഒരു ചുവന്ന കളറിലാണ് ഈ പള്ളി നിർമ്മിച്ചിട്ടുള്ളത്. നമുക്ക് കുറച്ചുകൂടി ഉള്ളിലോട്ട് പോയി നോക്കാം. അങ്ങനെ നടന്ന് നമ്മൾ അവസാനം 2-2.5 കിലോമീറ്റർ നടന്നിട്ട് പള്ളിന് മുന്നിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രത്തോളം ഒരു കുഴപ്പമില്ല ഇവിടം വരെ. ഇനി വീഡിയോ ഉള്ളിലെത്തിയിട്ട് വീഡിയോ എടുക്കാൻ പാടില്ല പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. എന്നാലും പരമാവധി ചെറുതായിട്ടൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. എടുക്കേണ്ട പറഞ്ഞാൽ എടുക്കാൻ പാടില്ല എന്നൊരു കാരണം ഉണ്ടാവും. എന്നിരുന്നാൽ കൂടി എന്തെങ്കിലും കാണിച്ചു തരാം, നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ നമ്മൾ കവാടത്തിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. നോക്കിയേ, ഇതിൻ്റെ ഒരു ഭംഗി നോക്കിയാൽ നിങ്ങൾ. താഴെയൊന്നുമില്ല പ്രത്യേകിച്ച്, ഫുള്ളിങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പഴയകാല പള്ളിയായതുകൊണ്ടും ഒരുപാട് മെയിൻ്റെനൻസ് നടക്കുന്നില്ല എന്ന് കണ്ടാൽ തന്നെ പറയാം നമുക്ക്. കണ്ടോ, അപ്പോൾ ഫ്രണ്ട്സ്, ഉള്ളിൽ കയറി ഇരുന്നിട്ട് ഒരുപാട് ഇങ്ങനെ വളവളാൻ സംസാരിക്കാൻ പറ്റില്ല. അതിൻ്റെ ഉള്ളിൽ കുറേ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഈ പള്ളീൻ്റെ പ്രത്യേകത പറയുന്നത്, നമ്മൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ 1ാമത്തെ പള്ളിയാണിത്. അതുപോലെ തന്നെ നമ്മുടെ ഏഷ്യയിലെ 4ാമത്തെ വലിയ പള്ളിയാണ് താജുൽ മസ്ജിദ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ വലിയ പ്രത്യേകത എന്ന് പറയുന്നത്,
3 വലിയ മിനാരങ്ങളാണ് കേട്ടോ. വലിയ വെള്ള കളറുള്ള 3 മിനാരങ്ങളാണ്. അതുപോലെ തന്നെ 2,50,000 സ്ക്വയർ ഫീറ്റാണ് ഇതിൻ്റെ വലിപ്പം എന്ന് പറയുന്നത്. അറ്റ് എ ടൈം 1,70,75,000 ആളുകൾക്ക് ഇവിടെ നിസ്കരിക്കാൻ കഴിയും. അത്രയും വലിയ പള്ളിയാണ്. അതുപോലെ തന്നെ ഒരു ചുവന്ന കളർ കല്ലിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയാട്ടോ. ഒരു ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഒരു പ്രത്യേക വൈബാണ്. നല്ല കാറ്റും നല്ല തണലും ഒരു മരമൊക്കെ നിൽക്കുന്നുണ്ട് സെൻട്രലായിട്ട്. അവിടെ നിന്ന് കുറേ വിശ്രമിക്കുന്ന കുറേ ആളുകളെയും കാണാൻ കഴിയും. പിന്നെ ചുറ്റുഭാഗത്തായിട്ടും ഈ ഓരോ ഹാളുകളുണ്ട്. അതായത് ഇവിടെ ഹോസ്റ്റലുണ്ട്. ഇവിടുന്ന് തന്നെ തൊട്ട് നമുക്ക് നോക്കിയാൽ തന്നെ കാണാൻ കഴിയും. എന്താ പറയുക, ഈ ഖുർആൻ ഓതാൻ വേണ്ടി പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ. കുറേ മതപഠനം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഉള്ളിൽ. അതുകൊണ്ടാണ് ഉള്ളിൽ കയറി ഒരുപാട് വളവളാൻ സംസാരിക്കാൻ പറ്റില്ല. ഞാൻ പുറത്തിറങ്ങിയാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ നല്ല വിസ്തീർണ്ണം കേട്ടോ. വലിയ സ്ഥലമാണ്. നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ ചെറുത് പോലെ തോന്നുകയാണെങ്കിലും നല്ല വലുപ്പമാണ്. നേരിട്ട് വന്ന് അനുഭവിച്ചറിയേണ്ട ഒരു അടിപൊളി പള്ളിയാണ് കേട്ടോ. അപ്പോൾ കുറേ ടൂറിസ്റ്റ് ആളുകൾക്കായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളിൽ കയറിയിട്ട് ഇങ്ങനെ കളവളാൻ സൗണ്ട് ഉണ്ടാക്കാൻ പാടില്ല. ഇവിടുത്തെ ആളുകളിനെ വന്നിട്ട് കുറേ ഇങ്ങനെ റീൽസൊക്കെ എടുത്തിട്ടും പാട്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കി കളിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഇവരെല്ലാം അയക്കാം. നമ്മൾ ഏതൊരു പള്ളിയാണെങ്കിലും ശരി, അമ്പലമാണെങ്കിലും ശരി, ഏതൊരു മതപരമായിട്ടുള്ള ഏരിയയിൽ പോയാലും ഒരുമാതിരി സൗണ്ട് ഉണ്ടാക്കിയിട്ട് അവരിനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ പള്ളീൻ്റെ പുറത്താണ് നിൽക്കുന്നത്. അവിടുത്തെ കാഴ്ചകൾ അതൊക്കെ തന്നെയാണ്. ഇപ്പോൾ അന്ന സ്ഥിതിക്ക് എല്ലാം കാണാൻ പറ്റിയ മധ്യപ്രദേശ് വരികയാണെങ്കിൽ, മധ്യപ്രദേശിൽ ഭോപ്പാൽ വരികയാണെങ്കിൽ നിങ്ങൾ മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ താജുൽ മസ്ജിദ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെയായിരുന്നു നമ്മുടെ താജുൽ മസ്ജിദിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും. ഇനിയും ഒരുപാട് വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. അപ്പോൾ കൂടാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായി വീണ്ടും കാണുന്നത് എല്ലാവർക്കും ഗുഡ് ബൈ.